ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കാനഡയിലെ ട്രെയിൻ യാത്ര എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കുക ഇതുപോലെയുള്ള മെഷീൻസ് ഉണ്ടാവും. ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ പ്ലാറ്റ്ഫോമിലോട്ട് പോവാണ്. ട്രാക്കിൻ്റെ ഇടയിലുള്ള സ്ലീപ്പറുകൾ കണ്ടില്ലേ? ഇവിടെയൊക്കെ ഇപ്പോഴും മരത്തടി ഉണ്ടാ. നോക്കിയേ, ട്രെയിൻ വരുന്നുണ്ടേ. കണ്ടോ, ഡബിൾ ഡെക്കർ ട്രെയിനാണ്. ഡബിൾ ഡെക്കർ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ മുകളിലിരിക്കാൻ തീരുമാനിച്ചു. ഒത്തിരി തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ എനിക്കിഷ്ടപ്പെട്ട സീറ്റ് തിരഞ്ഞു നടന്നു. അങ്ങനെ ഒരു വിൻഡോ സീറ്റിൽ ഞങ്ങൾ പോയിരുന്നു. ഇത് ഇവിടുത്തെ മെട്രോ ട്രെയിനൊന്നും അല്ല കേട്ടോ, സാധാരണ പാസഞ്ചർ ട്രെയിനാ. ഇതിൻ്റെ പേരാണ് ഗോ ട്രെയിൻ. ഞാൻ പുറത്തുള്ള കാഴ്ചകളൊക്കെ നോക്കിയിരുന്നു. അങ്ങനെ ട്രെയിൻ മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പുറത്തെ ട്രാക്കിൽ ഒരു ട്രെയിൻ വന്ന് കിടപ്പുണ്ട്. ഗുഡ്സ് ആണെന്ന് തോന്നുന്നു. ഞാൻ പുറത്തോട്ട് നോക്കിയിരുന്നു. ആദ്യമായിട്ട് ഡബിൾ ഡെക്കറിൽ കയറേണ്ട ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ട്രെയിൻ സ്റ്റേഷൻ വിട്ട് പോന്നു. ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാവോ? ടൊറൻഡോയിലെ ഒഷാവയിലാണ് അച്ഛൻ്റെ ഫ്രണ്ടും ഫാമിലിയും താമസിക്കുന്നത്. ഞങ്ങൾ അവരൊന്ന് ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യാൻ പോവാ. ചുമ്മാ ഒരു മീറ്റിംഗ് അല്ല കേട്ടോ, ഒരു ദിവസം അവിടെ സ്റ്റേയിങ് ആണ്. എനിക്കവിടെ കളിക്കാൻ 2 ബേബീസ് ഉണ്ട്. അവരുടെ പേര് വെറൈറ്റി ആണ്. നീൽ ഓം ശ്രീജിത്ത് ആൻഡ് ലോഗൻ ഓം ശ്രീജിത്ത്. നോനു ആൻഡ് ലോക്കി, അതാണ് അവരുടെ വിളിപ്പേര്. നിറയെ പുൽമേടുകളുള്ള സ്ഥലത്ത് കൂടെയാണ് ഇപ്പോൾ ട്രെയിൻ പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ തുരങ്കങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെയാണ് വലിയ വലിയ ഹൈവേസ് ഒക്കെ പോകുന്നത്. ലോക്കൽ ട്രെയിൻ ആണെന്ന് തോന്നുന്നു. എല്ലാ സ്റ്റേഷനിലും നിർത്തുന്നുണ്ട്. ഇതാ ഒരു സ്റ്റേഷനിൽ നിർത്തിയിരിക്കുകയാണ്. എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടാണ് ഇവർ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കുറച്ചു നേരം ബോറടിച്ചപ്പോൾ ഞാൻ അച്ഛൻ്റെ ഫോണിലോട്ട് എത്തി നോക്കി. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു പാട്ടൊക്കെ പാടുന്നുണ്ടേ. എനിക്ക് വായടിച്ച് വെക്കാൻ നല്ല മടിയാ. ആ സൈഡിൽ കാണുന്നതാണ് CN ടവർ. കാനഡയുടെ നാഷണൽ ഐക്കണാ അത്. 2007 ബുർജ് ഖലീഫ വന്നപ്പോൾ ഉയരത്തിൽ 2ാം സ്ഥാനത്തിലേക്കായിപ്പോയ ഒരു പാവം. 1/2 കിലോമീറ്റർ ഏറെ ഉയരമുണ്ട്. ടൊറൻഡോ ഡൗൺ ടൗൺ എത്താറായേ. സഞ്ചാരത്തിൽ പറഞ്ഞ പോലെ ഇവിടെ കുറേ അമ്പരചുംബികളായ കെട്ടിടങ്ങളുണ്ട്. നമ്മളൊരു തുരങ്കത്തിൻ്റെ അകത്തോട്ട് കയറാൻ പോവാണേ. ദാ പോയി ദേ വന്നു. TD ബാങ്കിൻ്റെ സിറ്റി ബാങ്കിൻ്റെ ഓഫീസുകളാണ് കാണുന്നത്. അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ എല്ലാം ഓടി നടന്ന് കളിച്ചു. ട്രെയിനിനകത്ത് നല്ല നീറ്റ്നെസ് ആയിരുന്നു കേട്ടോ. ഒരു ബാഡ് സ്മെല്ലോ കച്ചറകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഗോ ട്രെയിനിൽ തിരക്കുള്ള സമയത്ത് അപ്പർ ലെവൽ ക്വയറ്റ് സോണാണ്. നോയ്സ് ഒന്നും ഇല്ലാതെ പീസ്ഫുള്ളായ യാത്ര ഉറപ്പുവരുത്താനാണ് ഇത്. ഈ കാണുന്നത് US-ഉം കാനഡയും കൂടി ഷെയർ ചെയ്യുന്ന ഒരു ലേക്കാണ്, ഒണ്ടാരിയോ ലേക്ക്. കാനഡയിൽ ഇതുപോലെ കുറേ ഫ്രഷ് വാട്ടർ ലേക്സ് ഉണ്ട്. ഇവിടുത്തെ ലേക്സിൽ വേവ്സ് ഒക്കെ ഉണ്ടാവും, കണ്ട കടൽ പോലെ ഇരിക്കും. അങ്ങനെ 2.5 മണിക്കൂർ യാത്ര കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാനുള്ള സ്റ്റേഷനായി. ഞാൻ എണീറ്റ് സ്റ്റെപ്പ് ഇറങ്ങിയതാ താഴോട്ട് പോവാണ്. ട്രെയിൻ നിൽക്കുന്നതേ ഉള്ളൂ. ഇറങ്ങാൻ ഞങ്ങളിങ്ങനെ കാത്തു നിന്നു. പണ്ടേ ഒതുങ്ങി നിൽക്കുന്ന സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടുത്തെ കമ്പിലൊക്കെ ഇങ്ങനെ തൂങ്ങി നിന്നു.
ഈ സീറ്റ് കണ്ടോ? സൈക്കിളുമായി ട്രെയിനിൽ കയറുന്നവർക്ക് ഇരിക്കാനുള്ളതാ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ നോക്കുവാണേ. ട്രെയിനിൽ ഇറങ്ങി ഞങ്ങൾ സ്റ്റേഷൻ്റെ പുറത്തോട്ട് നടക്കുക. ഇതാണ് ഞങ്ങൾ വന്ന ട്രെയിൻ. അപ്പോൾ ട്രെയിൻ യാത്ര ഇവിടെ കഴിഞ്ഞു. ബൈ ബൈ.